ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാളാണ്. നിനക്ക് ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. യോസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിലുള്ള വലിയ ഒരു മാതൃകയാണ്. നീതിമാനായിരുന്നു, ദൈവിക പ്രമാണങ്ങൾക്ക് വില കൊടുത്ത വ്യക്തിയായിരുന്നു. സുവിശേഷത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ദൈവം എന്തൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മനസ്സിലാകട്ടെ സ്വപ്നത്തിലാകട്ടെ ഇട്ടുകൊടുത്തിട്ടുണ്ടോ അതിനെല്ലാം ശിരസ വഹിച്ച വ്യക്തിയായിരുന്നു. ദൈവിക പ്രചോദനങ്ങൾക്ക് ജീവൻ കൊടുത്ത വ്യക്തി, അതോടൊപ്പം തന്നെ അതിൽ സന്തോഷിച്ച വ്യക്തി. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഈശോയെ കാണാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ അവർ പോയതാണ്. പക്ഷെ മടക്കി യാത്രയിലാണ് അറിയുക ഈശോ കൈവിട്ടുപോയി. അവർ രണ്ടുപേരും കൂടെ ഈശോയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുക. ഈശോയുടെ അമ്മ ഈശോ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 48-ാം തിരുവചനം. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവ് ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നീ എന്താ ഞങ്ങളിങ്ങനെ ചെയ്തു? ഉത്കണ്ഠയോട് കൂടി. കാരണം പുത്രനെ നഷ്ടപ്പെട്ടു, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പുത്രനാണ്. ഉത്കണ്ഠയോടുകൂടി അന്വേഷിക്കുകയായിരുന്നു. എന്തിനുണ്ട് ഉത്കണ്ഠ? ദൈവത്തിന് വേണ്ടിയുള്ള, ദൈവപുത്രന് വേണ്ടിയുള്ള ഉത്കണ്ഠ. അവരുടെ ജീവിതങ്ങൾ മുഴുവൻ ഈ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തുവിന് വേണ്ടി അവർ പോയി. ക്രിസ്തുവിനെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോയി. ക്രിസ്തുവിനെ വളർത്താൻ വേണ്ടി നസ്രത്തിലേക്ക് വന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തു. അമ്മയൊക്കെ കുരിശിൻ ചൂട് വരെ നയിക്കുകയാണ്. യോസേപ്പ് പിതാവ് മരണത്തോളം ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടു. ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ ക്രിസ്തുവിന് വേണ്ടി എത്രത്തോളം നിലകൊള്ളുന്നു? യോസേപ്പ് പിതാവ് നിന്റെ മുമ്പിൽ ഒരു മാതൃകയായിട്ടിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, നിന്റെ വളർത്തുപിതാവിനെ പോലെ നീതിയിലായിരിക്കുവാനായിട്ട്, ദൈവ പ്രചോദനങ്ങൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നന്മകളും നൽകണമേ. നിന്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ, കുമ്പിട്ടാരാധിച്ചിടാ, ആരാധി